ഹലോ മക്കളെ, SSLC ഫിസിക്സ് പരീക്ഷയിൽ നിങ്ങൾക്ക് 7 ചാപ്റ്ററിലെയും കംപ്ലീറ്റ് ഫോർമുല അതൊരൊറ്റ സ്ഥലത്ത് കിട്ടുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇതാണ് ആ സ്ഥലം. കാരണം ഈ ഒരു വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിൻ്റെ എല്ലാ ഫോർമുലയും ഇവിടെ ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് പഠിപ്പിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് ഈ ഫോർമുല മാത്രം കിട്ടണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ PDF കിട്ടും, ഡൗൺലോഡ് ചെയ്ത് അതുകൊണ്ട് പഠിച്ചു പോവുക. നാളത്തെ എക്സാമിൽ ഉറപ്പാണ് ഓൾമോസ്റ്റ് ഒരു 30-40% ചോദ്യങ്ങൾ എന്തായിരിക്കും ഈ ഫോർമുല ബേസ്ഡ് ആയിട്ട് ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ എന്തായാലും പഠിച്ചു പോവുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ചാപ്റ്റർ വൈസ് പോവാം, ഒന്ന് ഓർത്തെടുക്കുക സംഭവങ്ങളൊക്കെ. ചാപ്റ്റർ 1 നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ടൈം പീരീഡ് ഇക്വേഷൻ പഠിക്കണം. ബേസിക്കലി ടോട്ടൽ ടൈം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. ടോട്ടൽ ടൈം ഒരു 30 സെക്കൻഡ് വരും, ഓസിലേഷൻസ് വല്ല 10 ആണെങ്കിൽ 30/10 ആണ് ടൈം പീരീഡിൻ്റെ ഫോർമുല. ഫ്രീക്വൻസി നേരെ തിരിച്ചാണ്, നമ്പർ ഓഫ് ഓസിലേഷൻസിൻ്റെ എണ്ണമാണ് മുകളിൽ വരിക, താഴെയാണ് ടോട്ടൽ ടൈം വരിക. അപ്പോൾ ഓസിലേഷൻസ് ഒരു 50 എണ്ണം ഉണ്ടെങ്കിൽ ടോട്ടൽ ടൈം ഒരു 10 സെക്കൻഡ് ആണെങ്കിൽ അത് 50/10 5 ആയിരിക്കും ഫ്രീക്വൻസി. സംഭവം മനസ്സിലായി? അപ്പോൾ ഈ ഒരു ഫോർമുല പഠിച്ചു വെക്കണം. ടൈം പീരീഡും ഫ്രീക്വൻസി തമ്മിലുള്ള റിലേഷൻ പഠിച്ചു വെക്കണം. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/ടൈം പീരീഡ് ആണ്, ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 1/ഫ്രീക്വൻസി ആണ്. സിമ്പിൾ കാര്യം. ഓക്കെ, ഇത് ബേസ്ഡ് ഒക്കെ ചോദ്യങ്ങൾ വരും കേട്ടോ. പിന്നെ നമ്മുടെ സ്പീഡ് അഥവാ വെലോസിറ്റി, പിന്നെ ഫ്രീക്വൻസിയും വേവ് ലെങ്ത് ലാംഡയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പഠിച്ചു വെക്കുക. V = F × ലാംഡ. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ ലാംഡ 30 മീറ്റർ തരാം, ഫ്രീക്വൻസി 10 ഹെർട്സ് തരാം, എന്നിട്ട് സ്പീഡ് കണ്ടുപിടിക്കാൻ പറയാം. ഇനി വേണമെങ്കിൽ സ്പീഡ് തരാം, എന്നിട്ട് ഫ്രീക്വൻസി തരാം, എന്നിട്ട് ലാംഡ കണ്ടുപിടിക്കാൻ പറയാം. ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്തോളൂ. എന്ത് വന്നാലും ഇതാണ് ഫോർമുല. പിന്നെ എക്കോ വരുന്ന സമയത്ത് ഡിസ്റ്റൻസ്, ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് സംസാരിച്ചപ്പോൾ ഒരു എക്കോ വന്നു, എക്കോ വന്ന ടൈം കൊടുക്കും, സൗണ്ട് സ്പീഡ് ഓഫ് സൗണ്ട് കൊടുത്തരും, ചോദ്യത്തിൽ തന്നോളും. അതെന്ന് കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസ്, ആ ഒരു ഭിത്തിയിലേക്ക് അല്ല ആ ഒരു മലയിലേക്കുള്ള ഡിസ്റ്റൻസ് വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്പീഡ് ഈ ഫോർമുല ഉപയോഗിക്കുക, പരിപാടി തീർക്കുക. ഇതാണ് സൗണ്ടിൻ്റെ സ്പീഡ്, ഇതാണ് എക്കോ തിരിച്ചെത്താനുള്ള ടൈം, ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യും, ഈ ഫോർമുലയിൽ നിങ്ങൾക്ക് എന്താണ് ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഫോർമുല ബേസ്ഡ് അഥവാ ഇക്വേഷൻ ബേസ്ഡ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ, രണ്ടാമത്തെ ചാപ്റ്റർ നിങ്ങൾ ഉറപ്പിച്ചോ, ഈ ഒരു ലെൻസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1/F = 1/V - 1/U വെച്ചുള്ള ഒരു ചോദ്യം ഉറപ്പാണ്. അതില്ലാതെ പേപ്പർ ഉണ്ടാവാൻ പോകുന്നില്ല. അത് മോഡൽ എക്സാം ആണെങ്കിലും പബ്ലിക് എക്സാം ആണെങ്കിലും ഏത് പരീക്ഷയാണ്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കുക, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഇതിങ്ങനെ ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിങ്ങനെ പഠിച്ചു വെക്കണം. ചിലപ്പോൾ MCQയിലൊക്കെ ഇങ്ങനെ വേണം വരാം, ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് ചോദിക്കുമ്പോൾ ഈ രീതിയിലൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവും. ആക്ച്വൽ ന്യൂമറിക്കൽസ് വരുമ്പോൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിരിക്കും പറയാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് ഇടുന്നതിനേക്കാളും ബെറ്റർ നിങ്ങൾ ഫോക്കൽ ലെങ്തിനെ പഠിച്ചു വെക്കുക, ഇമേജ് ഡിസ്റ്റൻസ് വീൻ്റെ ഫോർമുല പഠിച്ചു വെക്കുക. അതുപോലെ U അങ്ങനെ ചോദിക്കാറില്ല, എന്നാലും ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. അങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വേമേ വിട്ടുകൊടുത്ത് പരിപാടി തീർക്കാം. ഇവിടെ നിങ്ങൾ മെനക്കേട് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഇത് 3 എണ്ണം പഠിച്ചു വെച്ചാൽ ഭയങ്കര ഈസി ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. അത് എന്തിനോട് ഈക്വലാണ്? V/U ഈക്വലാണ്. ഇതൊന്ന് പഠിച്ചു വെക്കണം, ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. പവറിൻ്റെ ഫോർമുല 1/, ഫോക്കൽ ലെങ്ത് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എന്തായാലും ഒരു ചോദ്യം ഇത് ഉപയോഗിച്ചിട്ട് വന്നിരിക്കും, എന്തായാലും പഠിച്ചിരിക്കണം. നമ്മൾ 5ാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ചാപ്റ്ററിലൊന്നും ഇക്വേഷൻസ് ഇല്ല കേട്ടോ. 5ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ബേസിക് ഇക്വേഷൻ പഠിച്ചു വെക്കുക. V = IR, ഓംസ് ലോ പഠിച്ചു വെക്കുക. വർക്ക് = ചാർജ് × വോൾട്ടേജ്. വോൾട്ടേജിനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. അപ്പോൾ W = QV പഠിച്ചു വെക്കുക. ചാർജ് തന്നിട്ട് ചിലപ്പോൾ പൊട്ടൻഷ്യൽ തന്നിട്ട് വർക്ക് കണ്ടുപിടിക്കാനൊക്കെ പറയാം. അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കുക. ചാപ്റ്ററിൽ അങ്ങനെ കൊടുത്തില്ല ടെക്സ്റ്റ് ബുക്കിൽ, പക്ഷേ ഇത് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഹീറ്റിൻ്റെ ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഹീറ്റിൻ്റെ ആദ്യം നിങ്ങൾ ഈ 3 ഇക്വേഷൻ പഠിച്ചു വെക്കുക. I² RT, പിന്നെ V²/R × T, പിന്നെ VIT. ഇതിലേതെങ്കിലും ഒരു ഫോർമുല ഉപയോഗിച്ചുള്ള ന്യൂമറിക്കൽ ഉറപ്പ് എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. പിന്നെയുള്ള പവറാണ്. പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് ബൈ ടൈം ആണ്, അഥവാ എനർജി ബൈ ടൈം ആണ്. പവറിൻ്റെ ഇക്വേഷൻ ഒന്നുമില്ല. ഈ ഹീറ്റിൻ്റെ ഇക്വേഷനിൽ ഈ ടൈമുകൾ എടുത്ത് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പവറിൻ്റെ ഇക്വേഷൻ കിട്ടും. VI, I²R, V²/R. മറ്റൊരു രീതിയിൽ ഇങ്ങനെ പഠിച്ചു വെക്കുക. ഹീറ്റ് = പവർ × ടൈം എന്ന് കൂടി പഠിച്ചു വെക്കുക. അപ്പോൾ പവർ തരും, ടൈം തരും, ഹീറ്റ് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ഹീറ്റ് = പവർ × ടൈം. ബേസിക്കലി ഈ ഇക്വേഷൻ തന്നെയാണോ ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ ആക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻസ് പഠിച്ചു വെച്ചോ, ഒരു ചോദ്യം ഇത് ഉപയോഗിച്ചിട്ട് ഉറപ്പാണ്. ഓക്കെ, പിന്നെ നമ്മുടെ വീട്ടിലെ മിക്സി ഇത്ര നേരം വർക്ക് ചെയ്തു, ഫ്രിഡ്ജ് ഇത്ര നേരം വർക്ക് ചെയ്തു, അപ്പോൾ എത്ര എനർജി കൺസ്യൂം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഫോർമുല എനർജി = പവർ. ഓരോ സാധനത്തിന് പവർ തരും, വാട്ട്സ്, കിലോ വാട്ട്സ് എന്ന് പറഞ്ഞാൽ തന്നോളൂ, ഇൻറ്റു ടൈം ചെയ്യുക. ഇവിടെ ടൈം നിങ്ങൾ അവേഴ്സിലാണ് ഇടേണ്ടത്. ഓക്കെ, ഈ ഒരു ഫോർമുലയിൽ ടൈം അവേഴ്സിലാണ്. ഈ ഫോർമുലയിലൊക്കെ ടൈം നിങ്ങൾ സെക്കൻഡ്സിലാണ് ഇടേണ്ടത്. ഈ ഫോർമുലയിലൊക്കെ സെക്കൻഡ്സിലാണ്. എന്നാൽ ഈ ഫോർമുല ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ടൈം അവേഴ്സിലാണ് ഇടേണ്ടത്. അത് ചോദ്യത്തിൽ അവേഴ്സിൽ തന്നെ തന്നോളൂ, പേടിക്കണ്ട. അപ്പോൾ പവർ × ടൈം ബൈ 1000 ഇട്ട് കൊടുത്തിട്ട് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. ഒരു 1 മാർക്കിനും 2 മാർക്കിനും എക്സ്പെക്ട് ചെയ്യാം. പിന്നെ അടുത്ത ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ഈ ഒരു ന്യൂമറിക്കൽ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഫോർമുല ഉപയോഗിച്ചുള്ള ന്യൂമറിക്കൽ 100% ഉറപ്പാണ് പഠിച്ചു വെച്ചോ. ദാറ്റ് ഈസ് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലെ വോൾട്ടേജ് ബൈ പ്രൈമറിയിലെ വോൾട്ടേജ് = സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് ബൈ പ്രൈമറി നമ്പർ ഓഫ് ടേൺസ്. മിക്ക സമയത്ത് ഇതിൽ 4 എണ്ണത്തിൽ 3 എണ്ണം തരും, എന്നിട്ട് ഇത് വല്ലതും കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ പറയും.
പഠിച്ചു വെക്കുക. ഓക്കെ, അതേപോലെ VP/IP പ്രൈമറിയിലെ വോൾട്ടേജ് ഇൻറ്റു പ്രൈമറിയിലെ കറണ്ട് ഈസ് ഈക്വൽ ടു VSIS സെക്കൻഡറിയിലെ വോൾട്ടേജ് ഇൻറ്റു സെക്കൻഡറിയിലെ കറണ്ട്. ഇത് പഠിച്ചു വെച്ചോളാം. ഇത് ഉപയോഗിച്ചിട്ട് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കറണ്ട് വെച്ചിട്ടൊക്കെ ട്രാൻസ്ഫോമറിന് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇതാണ് ഉപയോഗിക്കേണ്ടത്. നമ്പർ ഓഫ് ടേൺസ് വെച്ച് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. പിന്നെ ഉള്ളത് ആംബിയർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ വോൾട്ടേജ് ആണ്. ബേസിക്കലി കറണ്ട് ഈസ് ഈക്വൽ ടു പവർ ബൈ വോൾട്ടേജ്, P ഈസ് ഈക്വൽ ടു VI എന്നല്ല അറേഞ്ച് ചെയ്ത് കേട്ടാ. അതാണ്. പക്ഷേ ഈ രൂപത്തിൽ ഒന്ന് പഠിച്ചു വയ്ക്കും. ചിലപ്പോൾ വാട്ടേജ് തരും, വോൾട്ടേജ് തരും, ഒരു ആംബിയർ ചോദിച്ചു കഴിഞ്ഞാൽ പരിപാടി തീർത്താൻ. ഓക്കെ, പിന്നെ ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പോകുകയാണെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഫോർമുല പഠിച്ചു വെക്കണം. ബേസിക്കലി ലോഡ് ബൈ എഫേർട്ട് ആണ്, L/E ആണ് സാധനം. ഇത് നമ്മൾ ലിവറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലിവറിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എഫേർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എഫേർട്ട് ആം, പിന്നെ ലോഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ലോഡ് ആം. ഈ രീതിയിലും പഠിച്ചു. നേരെ തിരിച്ചാണ്, ലോഡ് ബൈ എഫേർട്ട് ആണ്, പക്ഷേ അത് എന്തിനോട് ഈക്വൽ ആണ്? എഫേർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് ബൈ ലോഡ് ആമിലേക്കുള്ള ഡിസ്റ്റൻസ്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ലിവറിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കണം. ലോഡ് ഇൻറ്റു ലോഡ് ആം ഈസ് ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം. ഈ ചാപ്റ്റർ തീരെ പഠിക്കാത്തവരാണ് ചിലപ്പോൾ നിങ്ങൾക്ക് കത്തുന്നുണ്ടാവില്ല, എങ്കിലും ഒന്ന് പഠിച്ചു വെച്ചേക്കും. പിന്നെ പുള്ളിയുടെ കാര്യത്തിൽ ഫിക്സ്ഡ് പുള്ളിയാണെങ്കിൽ അനങ്ങാൻ പറ്റാത്ത പുള്ളിയാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 1 ആണെന്ന് പഠിച്ചു വെക്കുക. മൂവബിൾ ആണെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 2 ആയിരിക്കും എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. കുറേ പുള്ളീസ് ഉണ്ടെങ്കിൽ n നമ്പർ ഓഫ് പുള്ളീസ് ഉണ്ടെങ്കിൽ 2n ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 3 പുള്ളി ഉണ്ടെങ്കിൽ 2�3, ദാറ്റ് ഈസ് 8 ആണ് വരിക. 4 പുള്ളി ഉണ്ടെങ്കിൽ 2⁴. 2⁴ ആണ് 2 × 2 × 2 × 2, 4 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ വീലിൻ്റെ ആക്സിലിൻ്റെ വർക്കിൻ്റെ ഫോർമുല ഉണ്ട്. ബേസിക്കലി എഫേർട്ട് ഇൻറ്റു 2π ഇൻറ്റു ക്യാപിറ്റൽ R ഈസ് ഈക്വൽ ടു ലോഡ് ഇൻറ്റു 2π ഇൻറ്റു സ്മോൾ r. അതൊന്ന് പഠിച്ചു വെച്ചേക്ക്, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ക്യാപിറ്റൽ R ബൈ സ്മോൾ r ആണ്. ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ വീലിൻ്റെ വലിയ റേഡിയസ്, സ്മോൾ r എന്ന് പറഞ്ഞാൽ ആക്സിലിൻ്റെ ചെറിയ റേഡിയസ്. ഇതാണ് അതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് പഠിച്ചു വെക്കുക. ഇൻക്ലൈൻ പ്ലെയിനിൽ ബേസിക്കലി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് L/H ആണ് പഠിക്കുക. ബേസിക്കലി H എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്, L എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നീളമാണ്. മാത്രമല്ല വർക്കിൻ്റെ ഫോർമുല പഠിച്ചു നോക്കണം. എഫേർട്ട് ഇൻറ്റു ലെങ്ത് ഇസ് ഈക്വൽ ടു ലോഡ് ഇൻറ്റു ഹൈറ്റ്. ബേസിക്കലി അവിടെ നിങ്ങൾ ഇൻക്ലൈൻ പ്ലെയിനിൽ നിങ്ങൾ കൊടുക്കുന്ന ഫോഴ്സ് ആണ് എഫേർട്ട്, ഇൻറ്റു നമ്മൾ എത്ര നീളം കൊണ്ടുവന്നുണ്ട് ലെങ്ത് അല്ലേ, ഈ ഇൻറ്റു L അതായിരിക്കും നമ്മൾ ചെയ്യുന്ന വർക്ക്. അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ലോഡ് ഇൻറ്റു ഹൈറ്റ്. എവിടെ ഈ ഹൈറ്റിലേക്ക് നമ്മൾ ഈ ലോഡിനെ കയറ്റാണ്. ലോഡ് എന്ന് പറഞ്ഞാൽ അവൻ്റെ വെയിറ്റ് ആണ്, നമ്മൾ കയറ്റുന്ന സാധനത്തിൻ്റെ വെയിറ്റ്. ആ വെയിറ്റ് ഇൻറ്റു ഹൈറ്റ് അതിനോട് ഈക്വൽ ആയിരിക്കും പഠിച്ചു വെക്കണം. ഇത് ഉപയോഗിച്ച് ചോദ്യങ്ങൾ വരാം. ഫോർ എക്സാമ്പിൾ ഹൈറ്റ് തരും, ലോഡ് തരും, പിന്നെ ലെങ്ത്തും തരും. എന്നിട്ട് ചോദിക്കുക എഫേർട്ട് എത്രയായിരിക്കും? എഫേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റണം. പിന്നെ വെഡ്ജിൻ്റെയും സ്ക്രൂവിൻ്റെ ഒക്കെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ സെയിം ഫോർമുലയാണ് L/H. വെഡ്ജിൻ്റെ കാര്യത്തിൽ L എന്ന് പറഞ്ഞാൽ ഇതാണ്, H എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിക്നെസ് ആണ്. സ്ക്രൂവിൻ്റെ കാര്യത്തിൽ L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് 1 ത്രെഡ് ആണ്. ഒരു ത്രെഡില്ലേ നമ്മുടെ സ്ക്രൂവിൻ്റെ, അതിൻ്റെ നീളമാണ് മുകളിൽ വരേണ്ടത്. താഴെ പിച്ച് എന്ന് പറഞ്ഞ സാധനമാണ്. അത് തരും ചോദ്യത്തിൽ, അപ്പോൾ ഇട്ട് കൊടുത്താൽ മതി. ബേസിക്കലി എല്ലാം L/H ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചാൽ മതി. ഇത്രയും ഫോർമുല നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ ഫോർമുല എങ്കിലും എഴുതി വെക്കുക. 2 മാർക്കിന് ചോദ്യമാണെങ്കിൽ ഒരു 1/2 മാർക്ക്, പബ്ലിക് എക്സാമിനൊക്കെ ആണെങ്കിൽ ഒരു 1 മാർക്ക് വരെ ടീച്ചർ തന്നോളും. അത് എക്സ്പെക്ട് ചെയ്ത് പോകണ്ട, പക്ഷെ അതെങ്കിലും ചെയ്ത് വെക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അത്രേ പറയാനുള്ളൂ. ഇതിൻ്റെ PDF ഞാനിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, അത് ഉപയോഗിച്ചുകൊള്ളാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. പരീക്ഷ നമുക്ക് തകർക്കണം.